ഹലോ, എല്ലാവരും സുഖമായിട്ട് സന്തോഷമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. ഇന്ന് എനിക്ക് എക്സാം ഉള്ളൊരു ദിവസമാണ് കേട്ടോ. ആ ദിവസത്തെ ഒരു ഡേ ഇൻ മൈ ലൈഫ് കണ്ടാലോ? എക്സാം ഉള്ള ദിവസം ഞാൻ രാവിലെ 5:30-ക്ക് എണീക്കുന്നതാണ്. ചെറുതായിട്ട് ഉറങ്ങിപ്പോയി. എണീക്കാൻ 6 മണിയായി. എന്തായാലും കുഞ്ഞുമണി നല്ല ഉറക്കമാണ്. നേരെ അടുക്കളയിൽ പോയി നമ്മൾ ചോറിനുള്ള വെള്ളം വെക്കും കേട്ടോ. ഞാൻ ഇൻഡക്ഷൻ കുക്കറിലാണ് ചോറ് വെക്കുന്നത്. അതാകുമ്പോൾ നമ്മുടെ ഗ്യാസ് അടുപ്പ് 2 ഫ്രീ ആയിട്ട് കിട്ടുമല്ലോ. പിന്നെ ഫ്രിഡ്ജിൽ നിന്ന് നേരെ മീനും തേങ്ങയും കുഞ്ഞുമണിക്കുള്ള ദോശമാവൊക്കെ എടുത്ത് വെളിയിൽ വെച്ചു. തലേന്നേ വൻപയർ ഞാൻ വെള്ളത്തിൽ ഇട്ടായിരുന്നു. കുഞ്ഞുമണിക്ക് ഭയങ്കര ഇഷ്ടമായി വൻപയർ, ചെറുപയർ, പരിപ്പ് അങ്ങനെയുള്ള സംഭവമൊക്കെ. അതുകൊണ്ട് ഇപ്പം മോസ്റ്റ്ലി അവളുടെ പ്രയോറിറ്റി ആണല്ലോ നമ്മൾ നോക്കുന്നത്. നേരത്തെയൊക്കെ എൻ്റെ ഇഷ്ടങ്ങളായിരുന്നു ഞാൻ നോക്കുന്നത്. അത് കഴിഞ്ഞ് പിന്നെ ഏറ്റവും ഇഷ്ടം കൂടെ നോക്കാൻ തുടങ്ങി. പിന്നെ ഇപ്പോൾ വന്നിട്ട് ഞങ്ങൾക്ക് രണ്ടുപേർക്കും കുഞ്ഞുമണിയുടെ ഇഷ്ടം. അവൾ എന്ത് കഴിക്കുന്നു അത് ഞങ്ങളും കഴിക്കും. അങ്ങനെ കായൊക്കെ അരിഞ്ഞ് അതും വേവിക്കാൻ വെച്ചു. ഇപ്പറ കുക്കറിനകത്തും വൻപയറും വെച്ചു. പിന്നെ ദേ ഇടയ്ക്കിടയ്ക്ക് ഈ ഇൻഡക്ഷൻ കുക്കർ ഇങ്ങനെ നിന്നു പോകും. ഇതിൻ്റെ അടുത്ത് നിന്നല്ലേ ഇതാ കുഴപ്പം. നമ്മളോർക്കും അതവിടെ കിടന്ന് തിളയ്ക്കുന്നുണ്ടാവുമെന്ന്. പക്ഷെ അല്ലെന്നേ, ഇടയ്ക്കിടയ്ക്ക് ഇത് ഓണാക്കി കൊടുക്കണം. അത് കഴിഞ്ഞ് വെള്ളമൊക്കെ തിളച്ച് കഴിഞ്ഞപ്പോഴത്തേനും നമ്മൾ അരിയിട്ട് പിന്നെ രാവിലെ എനിക്ക് ഭയങ്കര ഉറക്കക്ഷീണമായിരുന്നേ. ഞാൻ കിടന്നപ്പം 2:30 എന്തോ ആയി. 2:30 ആയപ്പോഴാണ് കിടന്നത്. കിടന്നൊരു 4 മണി ആയപ്പോഴത്തേന് കുഞ്ഞുമണി എന്തോ എണ്ണീറ്റു. പിന്നെ സങ്കടവും കരച്ചിലും പരാതി പറച്ചിലും ഒക്കെ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് അവൾ ഉറങ്ങിയപ്പോൾ 5:30. അതാ ഞാൻ ഇന്ന് എണീക്കാൻ ലേറ്റ് ആയിപ്പോയത്. ഞാൻ 5:30-ക്ക് അവളുടെ കൂടെ ഞാനും ഉറങ്ങി. പിന്നെ ഞെട്ടി 6 മണിക്ക് എണീറ്റതും. അത് കഴിഞ്ഞതേ നമ്മൾ തേങ്ങയൊക്കെ ചിരണ്ടി സെറ്റാക്കി തോരനുള്ള പരിപാടിയൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പിന്നെ കുറച്ച് പാത്രം ഉണ്ടായിരുന്നു. പാത്രമൊക്കെ അന്നേരം കഴുകിയില്ലെങ്കിൽ അവസാനം ഇത് കൂടിക്കിടന്നിട്ട് ഭയങ്കര പാടാണ് എല്ലാം കൂടി ഇട്ട് കഴുകാൻ. അപ്പം ഞാൻ എന്തേലും വെച്ച് കഴിയുമ്പോഴത്തേന് അന്നേരേ പോയി ആ പാത്രം 2-3 തന്നെ കാണത്തുള്ളൂ, അതങ്ങ് പെട്ടെന്ന് കഴുകി വെക്കും. പിന്നെ ദേ നമ്മുടെ മീനൊക്കെ പുരട്ടി മീൻ വറക്കാൻ വെച്ചു. അവിടെ അപ്പുറത്തെ അടുപ്പിൽ നമ്മുടെ തോരൻ സെറ്റായിട്ടുണ്ട്. പിന്നെ ഏട്ടനുള്ള പഴങ്കഞ്ഞി. ഏട്ടൻ രാവിലെ വരുമ്പോൾ പഴങ്കഞ്ഞിയാണ് കുടിക്കുന്നത്. അതിനുള്ള കപ്പയും ചമ്മന്തിയും കഞ്ഞിയൊക്കെ എടുത്ത് ഞാൻ മാറ്റി വെച്ചുകൊണ്ടിരുന്നപ്പോഴത്തേന് കറക്റ്റ് ഏട്ടൻ വന്നു കേട്ടോ. ഏട്ടൻ വന്ന് പല്ലൊക്കെ തേച്ച് കൂടെ ഞാനും തേച്ച്. ഇപ്പോഴാണ് ഞാൻ പല്ല് തേക്കുന്നത്. അത് കഴിഞ്ഞ് വന്നപ്പോൾ ചെറുതായിട്ട് മീൻ കരിഞ്ഞു പോയി, സാരമില്ല. അതൊക്കെ മറിച്ചിട്ട് അന്നേരം തന്നെ അവൾക്കുള്ള ദോശയും ചുട്ടു. അവൾ ദോശപ്രാന്തിയാണ്. ദോശ, ഇഡ്ഡലി, അപ്പം ഇത് വേണം രാവിലെ അവൾക്ക് കഴിക്കാൻ. അല്ലാതെ പുട്ട്, ഉപ്പുമാവ് അങ്ങനത്തെ സാധനമൊന്നും പെണ്ണ് കഴിക്കത്തില്ല. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ എണീക്കും. ഞാൻ പിന്നെ പാല് കൊടുത്തുറക്കി. ഏട്ടനും കുറച്ച് നേരം കിടക്കാമെന്ന് പറഞ്ഞ് അവിടെ തന്നെ കിടന്നു. അത് കഴിഞ്ഞിട്ട് പിന്നെ അവൾ എണീറ്റു. ഇതിങ്ങനെ ഞാൻ രാവിലെ എണീറ്റ് പോയി ഇവളിങ്ങനെ ഇടയ്ക്കിടയ്ക്ക് എണ്ണീറ്റുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഉറക്കി. പിന്നെ ഞാൻ അടുക്കള വന്നപ്പോൾ എനിക്ക് ചെറുതായിട്ട് വിശന്നു. അന്നേരം ഒരു ക്രീം ബൺ ഉണ്ടായിരുന്നു, അതെടുത്ത് കഴിച്ചു. പിന്നെ എനിക്കുള്ള പുട്ട്, ദോശമാവ് അവൾക്കുള്ള ദോശമാവേ ഉള്ളായിരുന്നു. ഞാൻ പുട്ടും ഉണ്ടാക്കി. പുട്ടൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ അവിടെയൊക്കെ തൂത്ത് വൃത്തിയാക്കിയിട്ട് എത്ര തൂത്താലും പൊടി, ഇത് എവിടെ നിന്ന് വരുന്നതെന്ന് എനിക്കറിയത്തില്ല. അത് കഴിഞ്ഞ് നേരെ ഹാളിലോട്ട് പോയി. ഹാളൊക്കെ ഒന്ന് തൂത്തിട്ടിട്ട് പോയേക്കാം. ഇവളാണെങ്കിൽ തൂത്തില്ലെങ്കിൽ എന്താണെന്ന് അറിയാമോ, ആഹാരമൊക്കെ എന്തെങ്കിലും കഴിക്കാൻ കൊടുത്താൽ തന്നെ കഴിച്ചോളും. പക്ഷെ അതെല്ലാം നിലത്തൂടെ വാരിയിട്ടിട്ട് നിലത്തുള്ളതും കൂടെ പെറുക്കി തിന്നും. തൂത്തോന്ന് നിന്നപ്പോൾ തന്നെ നമ്മുടെ പുട്ടിന് ആവി വന്നു. എനിക്കിഷ്ടമുള്ള സാധനം കേട്ടോ, പുട്ട് എനിക്കിഷ്ടമാണ്. അത് കഴിഞ്ഞ് പിന്നെയും തിരിച്ചു വന്ന് ഹാളൊക്കെ ഒന്ന് തൂത്ത് വൃത്തിയാക്കി കുറച്ച് നേരം പഠിക്കാമെന്നുള്ള കണക്കൂട്ടിൽ ഇച്ചിരി നേരം വായിക്കാൻ വേണ്ടിയിരുന്നു. ഇതാണ് ഏറ്റവും വലിയ ടെസ്റ്റിൻ്റെ പരീക്ഷ കേട്ടോ. ഞാൻ ടെസ്റ്റിൻ്റെ കരം നോക്കിയാണ് പഠിക്കുന്നത്. അങ്ങനെ അതെടുത്തപ്പോഴാണ് എൻ്റെ കുഞ്ഞുമണിയുടെ കലാവിരുന്നായത്. എല്ലാ ബുക്കിലും ഉണ്ട്. അവളിങ്ങനെ കുത്തി വരച്ച പാട്. ഞാൻ പഠിക്കാനിരിക്കുമ്പോഴത്തേന് അവളും എൻ്റെ കൂടെ കയറിയിരിക്കുവേ. എന്നിട്ട് പെൻസിലും കൊണ്ട് ഇങ്ങനെ വരച്ചുകൊണ്ടിരിക്കും. ഞാൻ എന്തൊക്കെയാണോ എന്തോ പറയുന്നത്. എന്തെങ്കിലുമൊക്കെ വായിച്ച് നോക്കുന്നതാവും. അത് കഴിഞ്ഞപ്പോഴത്തേനും നമ്മുടെ ചോറ് വെന്തിരുന്നു. ചോറൊക്കെ വാർത്ത് എനിക്ക് ഈ ചോറ് ഊറ്റാൻ ഭയങ്കര പേടിയാണ്. എങ്ങനെ ഊറ്റിയാലും എൻ്റെ ദേഹത്തോട്ട് വീഴും. ചോറ് ഊറ്റുന്നതിന് മുന്നേ ഞാൻ പോയി കുളിച്ചായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് തുണി തേക്കാൻ വേണ്ടി തുണി ആ ഡെസ്കിലിട്ടായിരുന്നു തേക്കുന്നത്. പക്ഷേ അവിടുത്തെ പ്ലഗിന് എന്തോ കംപ്ലൈൻ്റ് ആയതുകൊണ്ട് കട്ടിലിട്ട് വേണം തേക്കാൻ. എനിക്ക് തുണി തേക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. തുണി ഇങ്ങനെ തേക്കുമ്പോൾ ഒരു സ്മെല്ല് വരത്തില്ലേ, അതെനിക്ക് ഛർദ്ദിക്കാൻ വരും. എന്നും എനിക്ക് ഏട്ടനാണ് തുണി തേച്ച് തരുന്നത്. ഇന്ന് രാവിലെ വന്നപ്പോൾ ഇച്ചിരി ഉറങ്ങട്ടെ എന്ന് പറഞ്ഞ് കിടന്നു. പിന്നെ ഞാൻ ശല്യം ചെയ്തില്ല. ഇത് കുഞ്ഞുമണിയുടെ ബുള്ളറ്റ് ഞാൻ മാറ്റി വെച്ചേക്കുന്നതാണ്. ഇത് കണ്ടാൽ എന്താണെന്ന് അറിയാം കുഴപ്പം, ഞാനോ ഏട്ടനോ ഇതിനകത്തിരുന്ന് അവളെയും കൂടി ഇരുത്തി ഇത് നമ്മൾ ഓടിച്ചുകൊണ്ട് നടക്കണം. അതാണ് കുഴപ്പം. അതുകൊണ്ട് ഞാൻ മാറ്റി വെച്ചേക്കുമായിരുന്നു. പിന്നെ വെളിയിൽ ഒച്ച കേട്ടപ്പോഴാണ് നോക്കിയത്. നമ്മുടെ വീടിൻ്റെ മുറ്റത്ത് ദേ ലോറി കിടക്കുന്നു. നമ്മുടെ ഓപ്പോസിറ്റുള്ള വീട് പൊളിച്ചുകൊണ്ടിരിക്കുമായിരുന്നേ. അതിന് വന്നതാണ്. പിന്നെ ദേ നമ്മുടെ പുട്ടും കട്ടൻ ചായയൊക്കെ റെഡിയായി. അത് കഴിഞ്ഞ് അത് കഴിച്ച് പകുതി എത്തിയപ്പോഴത്തേന് കുഞ്ഞുമണി എണ്ണീറ്റ് വന്നു. വലിയ സീനില്ലായിരുന്നു എണ്ണീറ്റ് വന്നപ്പോഴത്തേന്. കാരണം എണ്ണീറ്റ് വന്നപ്പോഴേ ലോറി കണ്ടു. ഇന്ന് കുഞ്ഞുമണിക്കുള്ളതായി. ലോറിയും JCB ഒക്കെ കണ്ടുകൊണ്ടിരുന്നോളും. ഇപ്പം നമ്മൾ ഫോണൊക്കെ പിടിച്ച് ഹായ് കൊടുക്കാൻ പറഞ്ഞാൽ ഹായ് ഒക്കെ തരും.
സെലിബ്രിറ്റിയായി വളർത്തിക്കൊണ്ട് വരണം. പിന്നെ ലോറിയുടെ ഭംഗി ആസ്വദിക്കുമായിരുന്നു അവിടെ നിന്ന്. ഇങ്ങനെയൊക്കെ തൊട്ട് നിൽക്കും. അത് കഴിഞ്ഞ് കുറച്ച് നേരത്തിന് നീണ്ട ബഹളമായിരിക്കും അതിനകത്ത് കയറാൻ വേണ്ടി. അവൾക്ക് എല്ലാ വണ്ടിയും ഇങ്ങനെ കണ്ടോണ്ടിരുന്നിട്ട് പിന്നെ അതിനകത്ത് കയറണം. പിന്നെ ഞാൻ അകത്ത് കൊണ്ടുവന്നാ കുറച്ച് കഴിഞ്ഞ് നോക്കിയപ്പോൾ കാണുന്നില്ല. ദേ പോന്ന് വെളിയിലോട്ട്. ഇനി അവൾ പെരയ്ക്കകത്ത് കയറത്തില്ല. ഓടടാ ഓട്ടമായിരിക്കും പുറത്തോട്ട്. അങ്ങനെ എന്തായാലും അവൾക്കത് കയറണം. അതുകൊണ്ടാണ് പിന്നെയും പിന്നെയും ചിണുങ്ങി അങ്ങനെ നിൽക്കുന്നത്. പിന്നെ അവളെ ഏട്ടനെ ഏൽപ്പിച്ചു. പിന്നെ കുറച്ച് കഴിഞ്ഞ് വന്നപ്പോഴത്തേക്ക് ഏട്ടൻ എനിക്കും വഴിയിലക്കകത്ത് ചോറൊക്കെ സെറ്റാക്കി തന്നു. ഹായ്, എനിക്കിത് മാത്രമാണ് ഒരു ഇൻട്രസ്റ്റ്. എന്തിനാ പരീക്ഷയ്ക്ക് പോവാൻ. കുഞ്ഞുമണിക്ക് രാവിലെ ഞാൻ ദോശയൊക്കെ ഉണ്ടാക്കിയിട്ട് അവൾ ദോശ കഴിച്ചില്ല. അവൾക്ക് ചോറ് മതി. ചോറ് എന്തേലും കഴിക്കട്ടെ. എൻ്റെ വാഴയില ദേ ഇരിപ്പുണ്ട്. ഹായ്. അത് കഴിഞ്ഞ് ഞാൻ പിന്നെ പോയി റെഡിയായി. ഇങ്ങനെയൊക്കെ എടുക്കാൻ പറ്റുമെന്ന് വിചാരിച്ചല്ല. പിന്നെ ആ ഒരു സമയത്ത് ഞാൻ പെട്ടെന്ന് 2 വീഡിയോ എടുത്ത കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് എന്തൊക്കെയോ ഞാൻ മറന്നും പോകുന്നുണ്ടായിരുന്നു. ഇടയ്ക്ക് എവിടേക്കോ വിട്ടുപോയേ. അത് കഴിഞ്ഞ് പിന്നെ അവളെ നേരെ വാഷ് ബേസിനകത്ത് കയറ്റി. അന്നേരം കാലിൽ ശ്രദ്ധിച്ചത് എന്തോ ഒരു അലർജി പോലെ ദേഹത്തിങ്ങനെ തടിച്ചു വന്നു. ഇനി മീനിൻ്റെ ആണോ എന്നറിയത്തില്ല. അയലയായിരുന്നു അവൾ കഴിച്ചത്. അതിൻ്റെ ആണോ എന്ന് എനിക്കറിയത്തില്ല. പിന്നെ ഞാൻ പയ്യെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ നോക്കി. ഇന്നൊക്കെ വൃത്തിയായി കിടക്കുന്ന വീടല്ലേ. ഇനി ഒരിക്കലും ഈ വീട് തിരിച്ച് ഞാൻ വരുമ്പോഴത്തേന് ഈ വൃത്തി കാണത്തില്ല. അത് ഞാനുണ്ടെങ്കിലും അങ്ങനെ കേട്ടോ. ആ കുഞ്ഞിക്കുരു പെണ്ണീട്ട് കഴിഞ്ഞാൽ പിന്നെ എല്ലാം വാരി നിരത്തും. അങ്ങനെ ഞാൻ പയ്യെ അവളെ പറ്റിച്ച് വെളിയിലോട്ട് ഇറങ്ങി. ഇനി എനിക്ക് ടെൻഷനാണ് വരുന്നവരെ. അവൾ എന്നെ കാണാതിരിക്കുമോ, ബഹളമായിരിക്കുമോ എന്നൊക്കെ ഓർത്ത് ഭയങ്കര ടെൻഷനാണ്. നമ്മൾ അപ്പുറത്തെ വീട് പൊളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ വരുമ്പോഴത്തേന് പൊളിച്ച് കഴിയുമായിരിക്കാം. അങ്ങനെ ഇനി നമ്മൾ ബസ് കയറാൻ വേണ്ടി നടന്നു പോകണം. നടന്ന് നമ്മൾ ചിറയുടെ അവിടെ എത്തി. ഇതാണ് നമ്മുടെ അവിടുത്തെ ചിറ. പക്ഷെ ഇപ്പം നിറയെ പായലായിട്ട് കിടക്കും. ഇത് വൃത്തിയാക്കി കഴിയുമ്പോൾ നല്ല രസമാണ് ഇവിടെ വന്ന് കുളിക്കാനൊക്കെ. ഒരു തവണ ഞാൻ വന്ന് കുളിച്ചിട്ടുണ്ട്. കുളിച്ചിട്ടില്ല, വെറുതെ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ. ഇവിടെ നിന്നാണ് ബസ് കയറുന്നത്. ആരും ഇല്ലെന്ന് ബസ്സിൽ കയറാൻ. എനിക്കാണ് ആരെങ്കിലുമൊക്കെ വേണം ബസ്സിൽ കയറാൻ. എനിക്ക് കൈ കാണിച്ച് കയറാനേ ഭയങ്കര ചമ്മല. അങ്ങനെ നിന്ന് കഴിഞ്ഞപ്പോൾ ബസ് വന്ന് നമുക്കും കിട്ടി ഫ്രീ ടിക്കറ്റ്. ഇപ്പം ഞാൻ ഫ്രീ ആയിട്ടാണ് പോകുന്നത്. രാവിലെയും വൈകിട്ടും ഫ്രീയാണ്. അത്യാവശ്യം നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ രാവിലെ തന്നെ. ഞാൻ ഏരൂരിൽ നിന്ന് കയറിയോണ്ട് പിന്നെ എനിക്കിരിക്കാൻ സീറ്റ് കിട്ടി. കുറച്ചങ്ങോട്ട് ചെന്നാൽ സീറ്റൊന്നും കിട്ടത്തില്ല. പിന്നെ നമ്മൾ അവിടെ വരെ നിൽക്കേണ്ട വരും. അവിടെ നിന്ന് ബസ് ഇറങ്ങി കണ്ണനല്ലൂർ ഇറങ്ങണം. പിന്നെ അവിടെ നിന്ന് ഒരു പ്രൈവറ്റ് ബസ്സിൽ പോകണം കേട്ടോ. പ്രൈവറ്റ് ബസ്സിൽ വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു. രാവിലെ അല്ലെങ്കിലും തിരക്ക് കുറവാണ് ബസ്സിൽ. വൈകുന്നേരം തിരക്ക്. പിന്നെ വഞ്ചിമുക്ക് എന്ന് പറഞ്ഞൊരു സ്ഥലത്ത് ഇറങ്ങിയിട്ട് പിന്നെ നമ്മളവിടെ നിന്ന് കോളേജിലേക്ക് ഓട്ടോ വിളിച്ച് പോകണം. അങ്ങനെ നമ്മൾ ഓട്ടോയിലൊക്കെ കയറി നേരെ അങ്ങോട്ട് പോവുകയാണ്. ഒരു 30 രൂപ പോയിൻ്റ് ഉണ്ട് ഇവിടെ നിന്ന്. ഇതാണ് നമ്മുടെ കോളേജ്, ഡോൺ ബോസ്കോ കോളേജ്, കൊട്ടിയം. നമ്മൾ കോളേജിലെത്തി. ശാന്തസുന്ദരമായ കോളേജാണ്. വലിയ ശല്യങ്ങളൊന്നുമില്ല, നല്ല ബഹളങ്ങളോ കാര്യങ്ങളോ ഒന്നുമില്ല. എന്നിട്ട് ഞാൻ കുറച്ച് നേരം ഇരുന്ന് വായിച്ചു കേട്ടോ. 12:30 ആകുമ്പോൾ ചെല്ലും. 12 തൊട്ട് 1 മണി വരെ എന്തെങ്കിലുമൊക്കെ വായിച്ചുകൊണ്ടിരിക്കും. അത് കഴിഞ്ഞതേ ഞാൻ ഫുഡ് കഴിച്ചിട്ട് നേരെ 1:30 ആയപ്പോൾ കയറി കഴിഞ്ഞപ്പോഴത്തേന് വീട്ടിലെ രംഗം കേട്ടോ ഇത്. അന്നേരമല്ല, ഉച്ചയായപ്പോഴത്തേന് കുഞ്ഞുമണി ചോറുണ്ടിട്ട് കയറി കിടന്നുറങ്ങി. പിന്നെ അവൾ എണ്ണീറ്റത് 3 മണി 3:30 ആയെന്ന് തോന്നുന്നു. അന്നേരം എനിക്ക് ഏട്ടൻ അയച്ചു തന്ന വീഡിയോ കേട്ടോ ഇത്. എനിക്കാണെങ്കിൽ എക്സാം എഴുതിയാലും എനിക്ക് ടെൻഷനാണ് ഭയങ്കര. അവളുടെ കാര്യം ഓർത്ത്. അവൾക്ക് വർത്താനം ഒന്നും പറയാൻ നല്ലപോലെ തുടങ്ങിയില്ലല്ലോ. അപ്പം ഇനി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ, അതിലോ ഇനി എന്നെ കാണണോ, അങ്ങനെയൊക്കെ എനിക്ക് ഭയങ്കര തോന്നലാണ് കേട്ടോ. പക്ഷെ അവൾക്കൊരു വിഷയമില്ല. അവൾക്ക് എന്നെ കാണാതിരിക്കുന്നതാണെന്ന് തോന്നുന്നത് ഏറ്റവും സന്തോഷം. അവൾ ഫുൾ ആക്റ്റീവാണ്. എന്നെ കണ്ടു കഴിയുമ്പോൾ അവൾക്ക് ബഹളവും നിർബന്ധവും വഴക്കും ഇല്ലാത്ത പ്രശ്നമൊന്നുമില്ല. ഞാനില്ലെങ്കിൽ അവൾ ഡീസൻ്റാണ്. ഞാൻ എക്സാമിന് പോകുമ്പോൾ തന്നെ ഇന്ന് നാത്തു ചേച്ചി മോളും ഉണ്ടായിരുന്നു കേട്ടോ. ആരെങ്കിലുമൊക്കെ ഉണ്ട്. ഇതെൻ്റെ 6ാമത്തെ എക്സാമാണ്. ഇനി ഒരു എക്സാമും കൂടി ഉണ്ട്. ആദ്യത്തെ എക്സാമിന് അമ്മ വന്നു. പിന്നത്തെ 2 എക്സാമിന് ചേച്ചിയും മോളും വന്നു. പിന്നത്തെ ഒരു എക്സാമിന് എൻ്റെ ചേച്ചിയും ചേട്ടനും ഇടുക്കിയിൽ നിന്ന് വന്നു. അത് കഴിഞ്ഞിപ്പോൾ ഒരു എക്സാമിന് ഏട്ടൻ തന്നെ ഉള്ളായിരുന്നു. അന്ന് അവൾക്ക് വലിയ വിഷയമൊന്നും ഇല്ലായിരുന്നു കേട്ടോ. ഇന്ന് എന്തായാലും ചേച്ചിയും മോളും ഉണ്ട്. പിന്നെ ഞാൻ എക്സാമൊക്കെ കഴിഞ്ഞ് 4 മണിയായപ്പോഴേ ഇറങ്ങിയത്. കൈ മൊത്തവും മഷിയാണ്. എഴുതി മടുത്ത് കേട്ടോ. പിന്നെ അവിടെ നിന്ന് ബസ്സിൽ കയറിയതൊന്നും എടുക്കാൻ പറ്റിയില്ല. മറ്റേ പ്രൈവറ്റ് ബസ്സിൽ ഭയങ്കര തിരക്കായിരുന്നു. KSRTCയിലും അത് തന്നെ. പിന്നെ കുറേ ഇങ്ങ് വന്നു കഴിഞ്ഞപ്പോഴാണ് എനിക്ക് ഇരിക്കാനൊക്കെ സീറ്റ് കിട്ടിയത്. അങ്ങനെ നമ്മൾ ഏകദേശം ഒരു എത്ര മണി 5:30 അടുക്കാറായപ്പോഴത്തേനും നമ്മൾ അഞ്ചലെത്തി. 5 മണി വരെ എക്സാം ഉണ്ട്. എന്നിട്ട് ഞാൻ 5:30 വീട്ടിലെത്തി. 4 മണിയായപ്പോഴേ ഇറങ്ങി കേട്ടോ. അത് കഴിഞ്ഞ് ഞാൻ കുറച്ചും കൂടെ നടക്കണമല്ലോ. അന്നേരത്തേന് എന്നെ കാത്ത് കുഞ്ഞുമണിയും ചേച്ചിയും മോളും ഏട്ടനും എല്ലാം നിൽപ്പുണ്ടായിരുന്നു. എന്നെ കണ്ടുകൊണ്ട് പിന്നെ അവൾ എൻ്റെ കയ്യിൽ നിന്ന് പോകുന്നില്ല. ഞാനിനി കളഞ്ഞിട്ട് പോയാലോ,
അതുകൊണ്ട് എന്നെ ചുറ്റിപ്പറ്റി ഇങ്ങനെ നടക്കുമായിരുന്നു. പാവം ചേച്ചി, ഞാൻ ക്ഷീണിച്ചു വന്നതല്ലേ എന്നോർത്ത് എൻ്റെ ബാഗൊക്കെ ഇട്ടുകൊണ്ട് പോകുമായിരുന്നു. നമ്മൾ വന്നപ്പോഴത്തേനും ദേ ആ വീടൊക്കെ എന്തായാലും ഫുള്ള് പൊളിച്ച് അവിടെ ഫുൾ വൃത്തിയായിക്കൊണ്ടിരിക്കുമായിരുന്നു കേട്ടോ. അത് ഞങ്ങൾ പിന്നെ ചായയൊക്കെ കുടിച്ചൊരു 7 മണിയൊക്കെ ആയപ്പോൾ തന്നെ ഞങ്ങളൊന്ന് പുറത്തോട്ട് പോകാമെന്ന് വെച്ച് നമ്മൾ ഇറങ്ങിയതായിരുന്നു. കുഞ്ഞുമണി അവിടെ ആ ലോറി ചേട്ടൻ്റെ വീട്ടിലോട്ട് പോയിട്ടുണ്ടായിരുന്നു. ആ ചേട്ടൻ്റെ വീടാട്ടോ ഇത്. ആ ചേട്ടൻ്റെ കൂടെ ഇങ്ങ് പോന്നാൽ നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയായിരുന്നു ആ ചേട്ടൻ്റെ ലോറിയും JCB ഒക്കെ. ആ ചേട്ടൻ്റെ കൂടെ ഇങ്ങ് വന്ന് പിന്നെ അവളെ എടുത്തുകൊണ്ട് വണ്ടിക്കകത്ത് കയറി. വീട്ടിലിട്ട ഡ്രസ്സിലായിരുന്നു നമ്മൾ പോയത്. പിന്നെ വണ്ടിക്കകത്ത് തന്നെ നിന്ന് ഡ്രസ്സൊക്കെ മാറി ഒരു പൊട്ടൊക്കെ തൊട്ട് സുന്ദരിമണിയാക്കി ഞങ്ങൾ നേരെ അഞ്ചലെത്തി. ഈ വൈകുന്നേരം നമുക്ക് പുറത്തോട്ട് ഇറങ്ങുമ്പോൾ ഒരു പ്രത്യേക സുഖമല്ലേ, ചൂടൊന്നുമില്ല, പിന്നെ രസമല്ലേ ലൈറ്റൊക്കെ കണ്ടുകൊണ്ട് നടക്കാൻ വേണ്ടി. കുഞ്ഞുമണിക്ക് അത് ഭയങ്കര ഇഷ്ടം. കുഞ്ഞുമണിക്ക് എൻ്റെ വെളിയിലോട്ടൊന്ന് ഇറങ്ങിയാൽ മതി. അങ്ങനെ ഞങ്ങൾ മോൾക്കൊരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി പോയതാണ്. ആദ്യത്തെ കടയിൽ കയറിയപ്പോൾ ദേ അവിടെ ഒരു പൂച്ചക്കുഞ്ഞല്ലായിരുന്നു, 2 പൂച്ചക്കുഞ്ഞും അതിൻ്റെ തള്ളപ്പൂച്ച ഉണ്ടായിരുന്നു. അത് ഓടിച്ചാടി നടക്കുമായിരുന്നു. പിന്നെ അവിടെ നമുക്കൊന്നും ഇഷ്ടപ്പെടാത്തതുകൊണ്ട് നമ്മൾ അടുത്ത കടയിലോട്ട് കയറി. അവിടെ ഒരുപാട് ഡ്രസ്സിൻ്റെ കളക്ഷൻ ഉണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളതൊക്കെ ഇങ്ങനെ നോക്കി ഇങ്ങനെ നടന്ന് ഡ്രസ്സ് എടുത്ത്. പിന്നെ ദേ കണ്ടോ പുതിയ ക്ലിപ്പ്, ചെമ്പരത്തിപ്പൂവിൻ്റെ ഇതിലുള്ള ക്ലിപ്പ് കൊള്ളാം. ഇവൾക്ക് പിന്നെ ഭയങ്കര വാശിയും നിർബന്ധം കേട്ടോ. കണ്ടോ ഈ കിടന്ന് കരയുന്നത്. അവൾക്ക് ആ സ്റ്റെപ്പിൽ കൂടെ താഴെ ഇറങ്ങണം, പിന്നെ തിരിച്ച് കയറണം. അതിനാണ് ഈ വാശി. പെണ്ണിനെ കൊണ്ട് എന്ത് ചെയ്യാനാണെന്നോ. ഇപ്പോൾ ഒരു വഴിക്ക് പോകാൻ പറ്റത്തില്ല. നേരത്തെ എന്തൊരു ഡീസൻ്റായ കൊച്ചായിരുന്നു. ഇപ്പം അങ്ങ് നിർബന്ധം വഴക്ക്. എൻ്റെ പൊന്നോ, ഇനി ഈ പ്രായത്തിൻ്റെ ആണോ എന്ന് അറിയത്തില്ല കേട്ടോ. നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത് ഫുള്ള് കരച്ചിലോടെയാണ്. ആ കരച്ചിൽ കാണുമ്പോൾ നമുക്ക് ഒന്നുകൂടെ ഇറിറ്റേഷനാവും. അത് കഴിഞ്ഞ് പിന്നെ നമ്മൾ ഡ്രസ്സൊക്കെ വാങ്ങിച്ച് പിന്നെ നമ്മളെവിടെ പോയി, പാപ്പ കഴിച്ചാൻ പോയി. അങ്ങനെ നമ്മൾ അവിടെ പോയി ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുവായിരുന്നു. അവർ രണ്ടും ഗഗനമായി ചിന്തിക്കുവാണ് എന്ത് വാങ്ങണം എന്നുള്ളത്. അങ്ങനെ കുറേ നേരത്തെ ചിന്തകൾക്ക് ശേഷം നമുക്ക് എന്ത് വന്നു, പ്ലേറ്റ് വന്നപ്പോഴാണ് ഞാൻ ആ കാര്യം ശ്രദ്ധിച്ചത്. അവിടുത്തെ ടേബിളിലും പ്ലേറ്റിനും ഒരേ ഡിസൈൻ. ഇനി ടേബിളിൻ്റെ മിച്ചം വന്ന സാധനം എടുത്ത് പ്ലേറ്റ് ഉണ്ടാക്കിയതാണോ എന്തോ. അത് പോട്ടെ. അപ്പോൾ അതേ നമ്മുടെ മന്തി വന്ന്. എനിക്ക് പണ്ട് ഈ മന്തിയൊന്നും ഇഷ്ടമേ അല്ലായിരുന്നു, ഞാൻ കഴിക്കത്തേ ഇല്ലായിരുന്നു മന്തി, ബിരിയാണി, ഫ്രൈഡ് റൈസൊക്കെ. പിന്നെ ഇവിടെ വന്നേ പിന്നെ ഇപ്പം കഴിക്കും കേട്ടോ, കുഴപ്പമൊന്നുമില്ല. അന്ന് വെച്ചാൽ അത്ര വലിയ മന്തി ലവറൊന്നും അല്ല, കിട്ടിയാൽ കഴിക്കും. അപ്പോൾ നമ്മളിവിടെ അഞ്ചലുള്ള ബൈപ്പാസിലുള്ള ബർസാ മന്തിയിലായിരുന്നു വന്നത്. നല്ല മന്തിയായിരുന്നു. കഴിഞ്ഞിടയ്ക്ക് ഞങ്ങളിവിടെ വന്നൊരു ബീഫ് വാരിയൽ മന്തി കഴിച്ചു. അതെന്തിലും ടേസ്റ്റായിരുന്നു. അതുകൊണ്ടെന്ന് പ്രതീക്ഷിച്ച് ഞങ്ങൾ പോയതാണ്. പിന്നെ വീട്ടിൽ വന്ന് കുഞ്ഞുമണിയുടെ ഡ്രസ്സൊക്കെ ഞാൻ എടുക്കാതെ വെച്ചേക്കുമായിരുന്നു. ഇനി അവൾക്ക് സൈസാവുന്ന വല്ലതും ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടി എല്ലാം ഞാൻ വലിച്ച് വരിയിട്ടതാണ്. ഇങ്ങനത്തെ ഡ്രസ്സ് ഒന്നും അവൾ ഇടത്തില്ല, അവൾക്ക് ഇഷ്ടമേ അല്ല. ഇത് ദേഹത്ത് കൊണ്ടു കയറുന്നോണ്ടാവും. ഒരുപാട് ഡ്രസ്സ് ഇരിപ്പുണ്ട്. ഇതെന്ത് ചെയ്യുമോ എന്തോ, എനിക്കറിയാൻ പാടില്ല, ഒത്തിരി ഉണ്ട്. 28-ന് കിട്ടിയതും ഫസ്റ്റ് ബർത്ത്ഡേക്ക് കിട്ടിയതും അല്ലാതെ ഇവളെ കാണാൻ വരുന്നവരെല്ലാം ഇങ്ങനെ വാങ്ങിച്ചുകൊണ്ട് വരുന്നുണ്ട്. എന്തെങ്കിലും നമുക്ക് വഴിയുണ്ടാക്കാം. ഞാൻ ഡ്രസ്സിൻ്റെ ഭംഗിയൊക്കെ ആസ്വദിച്ച് അതൊക്കെ തിരിച്ച് മടക്കി വെച്ച് ഞങ്ങൾ കുറച്ച് നേരം വർത്തമാനമൊക്കെ പറഞ്ഞിട്ട് ഒരു 12 മണിയായപ്പോൾ കിടന്നു കേട്ടോ. ഇതിൻ്റെ ഇടയ്ക്ക് വീഡിയോ ഒക്കെ എടുക്കാൻ മറന്നുപോയി. ഞങ്ങൾ കിടന്ന് രാവിലെ ഞങ്ങൾക്ക് എയർപോർട്ടിൽ പോകണം പിറ്റേ ദിവസം. അതുകൊണ്ട് കിടന്ന് ഞങ്ങൾ ഉറങ്ങി. 10:30ക്കുള്ള അടുത്ത വീഡിയോ ആയിട്ട് കാണാം. ബൈ.